ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വർഷത്തെ 341 ദിവസം, ഈ മാസത്തെ 7 ദിവസം, 7 ഡിസംബർ 2025. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നാപക യോഹന്നാന്റെ ജനനത്തിന്റെ ഞായറാഴ്ച ആണ്. ആരാധന വർഷത്തിന്റെ 6ാം ഞായറാഴ്ച ആയ ഇന്ന് യോഹന്നാൻ സ്നാപകന്റെ ജനനം കൊണ്ടാടുന്ന ഞായറാഴ്ചയാണ്. സഭ ഈ ദിവസത്തെ ശിശുദിനം ആയി കൊണ്ടാടുന്നു. ദൈവപുത്രനായ യേശുവിന്റെ ജനനത്തിന് മുമ്പ് അവന് മുന്നോടിയായി ദൈവം അയച്ച പുരുഷനായിരുന്നു യോഹന്നാൻ സ്നാപകനെന്ന് നമുക്ക് ഏവർക്കും അറിയാം. കഴിഞ്ഞ ആഴ്ചയിൽ തൻ്റെ വാർദ്ധക്യത്തിലെ ഗർഭത്തെ മറച്ചു വെച്ച് കഴിഞ്ഞിരുന്ന എലിശബായെ കാണാനായി മറിയം എത്തുന്നതായി നാം ഓരോരുത്തരും കണ്ടു. അതിനുശേഷം പലരും എലിശബായെ കാണുന്നതിനും അഭിനന്ദിക്കുന്നതിനും അവളുടെ വീട്ടിൽ എത്തുന്നുണ്ട്. ഇന്ന് എവൻഗെലിയോൻ മേശയിൽ നാം വായിച്ചു കേട്ടതായ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എവൻഗെലിയാസ്റ്റായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള വേദഭാഗം ആണ്. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നത് ദൈവത്തിന്റെ ദാനം എന്നത് ആണ്. ഈ വേദഭാഗത്തു നിന്നും നാം മനസ്സിലാക്കുന്നത് 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, നാം മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കണം എന്ന് പഠിപ്പിക്കുന്നു. എലിസബേത്തിന്റെ പ്രസവ സമയം അടുത്തു. അവൾ ഒരു മകനെ പ്രസവിക്കുന്നു. അവളുടെ ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാവരും ഒന്നിച്ചു കൂടുന്നു. അവളുടെ അടുത്ത് വന്ന് അവളെ അഭിനന്ദിക്കുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവശക്തിയുടെ മഹത്വം നാം ഇവിടെ കാണുന്നു എന്നതാണ്. ഈ ജനനം വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. യേശുവിന്റെ മുന്നോടിയായി എത്തുന്ന ദൈവ പുരുഷൻ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവ കരുണയുടെ ഒരു ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. അതായത് ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് മേഴ്സി. വാർദ്ധക്യത്തിൽ ലഭിച്ച ഒരു ആൺകുഞ്ഞ്, ദൈവത്തിന്റെ ഇടപെടലിൽ ഉണ്ടായ ഒരു കുഞ്ഞ്, വളരെ സന്തോഷം ലഭിച്ച ഒരു നിമിഷം. ആ സമയത്തെ യഹൂദന്മാരുടെ ഇടയിൽ ഒരു ആൺകുഞ്ഞ് ഉണ്ടാകുക എന്നത്, അതും വാർദ്ധക്യത്തിൽ, ആ സന്തോഷത്തെ പറഞ്ഞറിയിക്കാൻ വാക്കുകൾ പോരാതെ വരുന്നതായി നാം കാണുന്ന ഒരു നിമിഷം. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് പാരസ്പര്യതയുടെ ഒരു ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് മ്യൂച്വാലിറ്റി. പാരസ്പര്യം, അന്യോന്യത, അന്യോത്വം എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. എല്ലാവരും പരസ്പരം സംസാരിക്കുന്നു. കുഞ്ഞിന് എന്താണ് പേരിടേണ്ടത്? എലിശബ പറഞ്ഞ പേര് തന്നെ സക്കറിയ പുരോഹിതനും എഴുതി കാണിക്കുന്നതായി നമുക്ക് ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. മാതാപിതാക്കളുടെ ഇടപെടൽ, അവർ തമ്മിലുള്ള ആ ബന്ധം ഇന്ന് വളരെ വിരളമായി കാണുന്ന ഒരു ബന്ധമാണ് എന്നും നമുക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. അതായത് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്. 67-ാം വാക്യം മുതൽ 79-ാം വാക്യം വരെ നാം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സക്കറിയ പുരോഹിതനെയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിന്റെ മഹത്വമാണ് നാം കാണുന്നത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പ്രവചിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. ഓരോ കുഞ്ഞിൻ്റെയും ജനനം ദൈവത്തിന്റെ നിയോഗമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഒന്നാമതായി നാം ഇവിടെ കണ്ട 5 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തത് നാം മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കണം എന്ന് പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത് ദൈവശക്തിയുടെ മഹത്വം നാം ഇവിടെ കാണുന്നു. മൂന്നാമത്തേത് ദൈവകരുണയുടെ ഒരു ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. നാലാമത്തത് എന്ന് പറയുന്നത് പാരസ്പര്യതയുടെ ഒരു ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. അഞ്ചാമത്തത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഘോഷമാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശുവിൻ്റെ 2ാമത്തെ വരവിനായി കാത്തിരിക്കത്തക്കവണ്ണം ഒരുങ്ങുന്നതിനായി നമുക്കെവർക്കും ചിലവഴിക്കാം. ആ സ്നാപക യോഹന്നാനെ പോലെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, അവൻ്റെ ജീവിത ഉദ്ദേശത്തെക്കുറിച്ച് പ്രഘോഷിക്കത്തക്കവണ്ണം നമുക്ക് ഒരുങ്ങി ബാക്കി ജീവിതം
നമുക്ക് ജീവിക്കാം. ഈ 25 നോയമ്പിലൂടെ നമുക്ക് നമ്മെ തന്നെ തിരുത്തി ഒരു പുതിയ മനുഷ്യനായി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.